ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് ആതിര വരുമ്പോൾ മാഷ് പറയുകയാണ്, ഇവൻ പറയുകയാണ് നീയും ഇവനും നെല്ലിശ്ശേരിയിലേക്ക് വരുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മോളെയും കൊണ്ടേ ഞാൻ പോകുമെന്ന്. ഇത് കേൾക്കുന്ന ആതിര പറയുകയാണ്, എങ്കിൽ ഞാൻ നിങ്ങളോട് ഇനി ഒരു കാര്യം പറയാം. ഇന്നലെ അച്ചു ചേച്ചി വിളിച്ചത് എന്തിനാണെന്നറിയാമോ? എൻ്റെയും സന്ദീപിൻ്റെയും വിവാഹ കാര്യത്തിന് സേതു അങ്കിള് സമ്മതിച്ചു. അത് പറയാനുള്ള പാർട്ടിയാ നടക്കാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതേസമയം മീര അങ്ങോട്ടേക്ക് എല്ലാവർക്കുമുള്ള ഡ്രസ്സുമായിട്ട് വരികയാണ്. അവന്തിക മേഡം എല്ലാവർക്കും എടുത്തു തന്നെയാന്ന് പറഞ്ഞ് എല്ലാവരെയും അവരവരുടെ വസ്ത്രങ്ങൾ ഏൽപ്പിക്കുകയാണ് മീര. തുടർന്ന് അനൂപിന്റെ ഡ്രസ്സ് കൊടുക്കുമ്പോൾ അനൂപ് മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നു. അത് പിന്നെ നീയും മോളും ഇത്രയും ദിവസം മാറി നിന്നില്ലേ, അതിൻ്റെ ഒരു ചെറിയ നീരസം അവനുണ്ടാകും. മോള് അകത്തേക്ക് കൊണ്ടു ചെല്ല്. തുടർന്ന് ആതിര ചോദിക്കുകയാണ്, ഏട്ടത്തി ഗുഡ് ന്യൂസ് അറിഞ്ഞായിരുന്നോ? ഗുഡ് ന്യൂസോ? എന്ത്? ഇല്ലല്ലേ, ഞാനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ആതിര മീരയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ കാര്യമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തിക്കറിയാലോ എൻ്റേതൊരു സാധാരണ കുടുംബമാണ്. നിന്റെ വീട്ടിലെ ദാരിദ്ര്യം പറയാനാണോ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അതല്ലേ ഏട്ടത്തി, സന്ദീപിൻ്റെയും ആതിരയുടെയും കാര്യം പറയാനാ ഞാൻ വന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാവരും സന്ദീപിൻ്റെയും അനഘയുടെയും കാര്യമാണല്ലോ പറയുന്നത്. ഇതെന്താ പുതിയത്? അത് ഏട്ടത്തി, സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞാൻ എല്ലാവരോടുമായി ആ കാര്യം പറയാനിരുന്നപ്പോഴാ ഏട്ടത്തി ഈ കാര്യം അച്ഛനുമായി തീരുമാനിച്ചത്. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് അന്ന് ആതിര വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. ഏട്ടത്തി എങ്ങനെയെങ്കിലും അനഘയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, നീയേ നിന്റെ അനിയത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അതേട്ടത്തി, അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുള്ളപ്പോൾ അതല്ലേ നടക്കേണ്ടത്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ പറയുകയാണ്, അങ്ങനെയല്ല നടക്കേണ്ടത്. നടക്കേണ്ട സമയത്ത് ഞാൻ തന്നെ നടത്തും. അതൊക്കെ തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ്. അങ്ങനെ എൻ്റെ അനിയത്തിയുടെ കണ്ണുനീര് വീണിട്ടെ നിങ്ങൾ സാധാരണക്കാരങ്ങനെ സന്തോഷിക്കേണ്ട. ആതിരയുടെ സന്തോഷത്തെക്കാളും എനിക്ക് വലുത് എൻ്റെ അനിയത്തി അനഘയുടേതാണ്. പിന്നെ നീ പറഞ്ഞത് അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, ചിലപ്പോൾ അവനതൊരു നേരം പോക്കായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. വലിയ വീട്ടിലെ പയ്യന്മാര് കണ്ണും കൈയും കാണിച്ചെന്ന് കരുതി അവളെന്താ വീഴാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അവളെ നേർവഴിക്ക് നടത്താൻ അവിടെ എന്താ ആരും ഉണ്ടായിരുന്നില്ലേ? ആതിരയോട് നീ ഒന്ന് പറഞ്ഞു കൊടുക്കണം, അർഹിക്കുന്നതേ ആഗ്രഹിക്കാവൂ എന്ന്. ഇനി ഇതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് സംസാരിക്കാനില്ല. നടക്കാൻ പോകുന്നതേ സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം തന്നെയാണ്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, ഏട്ടത്തി, അങ്ങനെ ആരെങ്കിലും കണ്ണും കൈയും കാണിക്കുമ്പോൾ മയങ്ങിപ്പോകുന്നവളല്ല ആതിര. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ അനുസരണയോട് തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. ഏട്ടത്തിയെ പോലെ തന്നെ ഒരു ചേച്ചിയാണ് ഞാൻ. ഏട്ടത്തി അനഘയ്ക്ക് വേണ്ടി വാശി കാണിക്കുന്നത് പോലെ എനിക്കും ആതിരയ്ക്ക് വേണ്ടി വാശി കാണിക്കാലോ. സന്ദീപിന്റെയും ആതിരയുടെയും ആത്മാർത്ഥമായ പ്രണയമാണ്. അതുകൊണ്ട് അവരുടെ വിവാഹം നടന്നു കാണാനാ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ആതിരയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സന്ദീപിനെ കൊണ്ട് അനഘയെ വിവാഹം കഴിപ്പിച്ചാൽ അനഘയുടെ ജീവിതമാകും സങ്കടത്തിലാകാൻ പോകുന്നത്. അനഘയെ ഏട്ടത്തി പറഞ്ഞ് പിന്തിരിപ്പിക്കണം. ആതിരയും സന്ദീപുമായിട്ടുള്ള വിവാഹം നടക്കുകയും വേണം. അത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, നീ സന്ദീപിന്റെയും ആതിരയുടെയും വിവാഹം നടത്താൻ പോകുന്നത് നിന്റെ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടോ അതോ അതിനു മുമ്പോ? ഇത് കേൾക്കുന്ന അർച്ചന ഒരു ഞെട്ടലോടെ അവന്തികയെ നോക്കുകയാണ്. നീ ഞെട്ടണ്ട, നീയും സച്ചിയും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം തന്നെയാ ഞാൻ സൂചിപ്പിച്ചത്. ഇത് ഞാനെങ്ങനെ അറിഞ്ഞെന്നാണോ? എങ്കിലേ നിനക്ക് ഞാനൊരു സൂത്രം കാണിച്ചു തരാം. അത്രയും പറഞ്ഞ് തൻ്റെ ഫയലിൽ നിന്നും ഒരു പേപ്പർ എടുത്ത് അർച്ചനയെ കാണിക്കുകയാണ് അവന്തിക. നിങ്ങളുടെ മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ ഫോട്ടോ കോപ്പിയാണിത്. ഇതെങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയെന്നല്ലേ നീ ആലോചിക്കുന്നത്? തുടർന്ന് തനിക്ക് അതെങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ അവന്തിക അർച്ചനയോട് പറയുകയാണ്. വെല്ലുവിളിക്കുമ്പോഴേ അത് ആരോടാണെന്നുള്ള ബോധവും കൂടി നിനക്ക് വേണം. നീ ഇതുവരെ കണ്ട ആളല്ല അവന്തിക. അവന്തികയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്നേ നീ ഓർത്തു വെച്ചോ. പിന്നെ എന്തിനാ നിങ്ങൾ പിരിയുന്നത് എന്നൊന്നും എനിക്കറിയില്ല, എനിക്കറിയുകയും വേണ്ട. പക്ഷേ നീ ഒരു കാര്യം ഓർത്തു വെച്ചോ, ഈ പേപ്പറെ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ അച്ഛനെയാണ്, സേതുമാധവനെ. നിനക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന അയാള് ഇത് കണ്ടാൽ എന്താകും സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. തൽക്ഷണം അയാൾ വീണു മരിക്കും. ആ മരണത്തിന്റെ ഉത്തരവാദികളെ നീയും സച്ചിയുമായിരിക്കും. അതല്ല, ഇനി ഇത് നിന്റെ വീട്ടുകാരാണ് കാണുന്നതെങ്കിലേ നെല്ലിശ്ശേരിക്കാരും വൃന്ദാവനക്കാരും തമ്മിൽ ശത്രുതയാകും. ഇല്ലെങ്കിൽ ശത്രുക്കളാക്കും ഈ അവന്തിക. നീ തന്നെ ആലോചിക്ക്, നിന്റെ അനിയത്തിയുടെ ആഗ്രഹം സഫലമാകണോ അതോ രണ്ട് വീട്ടുകാരും തമ്മിൽ ശത്രുതയിലാകണോ എന്ന്. അതല്ല, നീ ഇനിയും നിന്റെ അനിയത്തിയുടെ ആഗ്രഹത്തിന്റെ പിന്നിലാണെങ്കിലേ അടുത്ത നിമിഷം തന്നെ ഇവിടെ ഒരു മരണം നടക്കും. ഇവിടുത്തെ കാരണവര് സേതുമാധവന്റെ. എൻ്റെ അനഘയെ എനിക്ക് ജീവനാണ്. അതുകൊണ്ട് അവൾക്ക് എന്ത് വേണമെങ്കിലും ഞാനത് നടത്തി കൊടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ ഡിവോഴ്സിന്റെ കാര്യം, അതിൽ നിനക്ക് താല്പര്യമില്ലെന്നും എനിക്കറിയാം. ഈ ഡിവോഴ്സ് വേണ്ടെന്ന് വെപ്പിക്കാൻ എന്നെ കൊണ്ടാകും.
നീ നിന്റെ മരണം വരെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. സച്ചിയുടെ ഭാര്യയായിട്ട് നീ ഇവിടെ ദീർഘസുമംഗലിയായി ഇരിക്കുകയും ചെയ്യും. ഇനി നീ ആലോചിക്ക്, നിന്റെ അനിയത്തിയുടെ പ്രണയം വേണോ അതോ നിനക്ക് ദീർഘകാലം സുമംഗലിയായി വാഴണോ എന്ന്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞെന്ന് പറഞ്ഞ് അവന്തിക കതക് തുറക്കുമ്പോൾ മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അച്ചു. തുടർന്ന് ആകെ തകർന്ന് പുറത്തു നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.